ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൻമേരി മീഡിയയുടെ മാർവാലാഹ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ സ്വാഗതം. എളുപ്പ വഴി വചനം പഠിക്കാം കൊട്ടേഷനോടുകൂടി. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആ ഹെഡിങ് കണ്ട് നിങ്ങളാരും ഭയപ്പെടേണ്ട. ഞാൻ വചനം തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഡോക്ടർമാരുടെ ഇപ്പോഴത്തെ ഈ ഓരോ വീഡിയോകളുടെ ഓരോ ഡോക്ടർമാരും എന്തുമാത്രം വീഡിയോകളാണ് ഇറക്കുന്നത്. ഏതെല്ലാം തരത്തിലുള്ള വീഡിയോകളാണ്. എന്നാലൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗുളിക, ഉറങ്ങാനുള്ളൊരു മരുന്ന്, വചനം കൊണ്ടുള്ള ഒരു മരുന്ന്, എനിക്ക് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഹാർട്ട് സർജൻ, എനിക്കൊരു കാലത്ത് ഭയമുണ്ടായി BP കൂടിയ സമയത്ത് എനിക്ക് തമ്പുരാൻ ആ ഡോക്ടറിലൂടെ വചനം നൽകി. പ്രിയപ്പെട്ടവരെ, അത് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. ഉറക്കമെല്ലാം കിട്ടി, ആരോഗ്യമെല്ലാം വീണ്ടെടുത്തു. എങ്കിലും ആ വളരെ ഫലപ്രദമായ വചനം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് എടുക്കുന്നത്. മറ്റൊന്നുമല്ല, ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടുള്ള വചനമാണ്. സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനുള്ള വചനമാണ്. ഗുളികകൾ തേടി പോകണ്ട, ഈ വചനം മാത്രം പറഞ്ഞാൽ മാത്രം മതി. സങ്കീർത്തനമാണ്. സങ്കീർത്തനം 3-ാം അധ്യായവും 4-ാം അധ്യായവും 127-ാം അധ്യായങ്ങളിലുള്ള 3 വചനങ്ങളാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിൽ ഒട്ടിച്ചു വെക്കുക. ഉറക്കമില്ലാത്തവർ ഇടയ്ക്കിടയ്ക്ക് പറയുക. നിങ്ങൾക്ക് ശാന്തമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. ഞാൻ ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. 3-ാം അധ്യായം 5-ാം വാക്യം സങ്കീർത്തനമാണ്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. ഞാൻ പ്രശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, എന്തെന്നാൽ കർത്താവേ, അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത്. നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പോലും നമുക്ക് സുരക്ഷിതത്വം നൽകുന്നത് കർത്താവാണ്. സങ്കീർത്തനം 4-ാം അധ്യായം 8-ാം വാക്യം. ഇനി 127-ാം സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യത്തിൻ്റെ B ഭാഗമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. ധൈര്യമായിട്ട് കിടന്നുറങ്ങുക. നീ ഉറങ്ങുമ്പോൾ പോലും കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണ്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. 3 വചനങ്ങൾ, ഉറക്ക ഗുളിക, വചനം കൊണ്ടുള്ള ഉറക്ക ഗുളിക ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.